കഥയെ ആരംഭിക്കുന്നത് റസ എന്ന ഒരു ചെറുപ്പക്കാരനിൽ നിന്നുമാണ്. തീരെ സുഖമില്ലാതെ അവൻ കിടപ്പിലായി കഴിഞ്ഞിരുന്നു. ബന്ധുക്കളും അയൽവാസികളും ഒക്കെ ചേർന്ന് അവനെ ചികിത്സയ്ക്കായി അവന് മനോധൈര്യം കിട്ടുവാൻ വേണ്ടി അടുത്തുള്ള ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവർ അവനെ ട്രക്കിന്റെ പിന്നിൽ കയറ്റി. ട്രക്കിൽ കിടക്കുമ്പോൾ നാളുകൾക്ക് ശേഷം തന്റെ പാതിയടഞ്ഞ കണ്ണുകളിലൂടെ അവൻ ആകാശം നോക്കി കണ്ടു. ഇമാം റസയുടെ ആരാധനാലയത്തിലേക്ക്, ആ സന്നിധിയിലേക്കായിരുന്നു അവൻ എത്തിച്ചേർന്നത്. അവിടെ ആ ആരാധനാലയത്തിൽ അവർ റസയെ കിടത്തി. ചെരിഞ്ഞു കിടന്ന റസ അവിടുത്തെ ചിത്രത്തിലേക്ക് നോക്കി. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ചെറുപ്പക്കാരനായി ചുറുചുറുക്കോടെ റസ ഓടി നടന്നിരുന്ന കാലം. അവന്റെ എല്ലാ പകലുകളിലും അവൻ അടുത്തുള്ള പള്ളിയിൽ പോകുമായിരുന്നു. അവിടെ ഇരുന്ന് സയ്യിദ് എന്ന വ്യക്തി ഖുർആൻ പാരായണം ചെയ്യുന്നത് അവൻ കേൾക്കും. സയ്യിദിന്റെ ഈണത്തിലുള്ള ഖുർആൻ പാരായണം അവനേറെ ഇഷ്ടമായിരുന്നു. സയ്യിദും റസയെ തന്റെ മകനെ പോലായിരുന്നു കണ്ടിരുന്നത്. റസ എന്ന തന്റെ മോട്ടോർ സൈക്കിളുമായി മാർക്കറ്റിലെത്തി. ഒരു കടക്കാരൻ അടുത്ത് ചെന്ന് ആപ്പിൾ വെച്ചിരുന്ന ഒരു ബാസ്ക്കറ്റ് തനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അയാളത് സൗജന്യമായി കൊടുക്കാൻ തയ്യാറായെങ്കിലും റസ അതിന് സമ്മതിച്ചില്ല. അതിന് അവൻ പ്രതിഫലം നൽകി. അപ്പോഴാണ് അവിടെ ഇരുന്നൊരു കുട്ടിയെ അവൻ ശ്രദ്ധിക്കുന്നത്. അല്പം വാടിത്തുടങ്ങിയ പഴങ്ങളായിരുന്നു ആ കുട്ടി വിൽക്കാൻ വെച്ചിരുന്നത്. ആരും തന്നെ വരുന്നേയില്ല. റസ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ നോക്കി പുഞ്ചിരിച്ചു. അവളും പതിന്നമട്ടിൽ ഒരു പുഞ്ചിരി പാസാക്കി. റസ അവളോട് സംസാരിച്ചു. അവളിൽ നിന്ന് ആ പഴങ്ങൾ മൊത്തമായും വാങ്ങി. പിന്നാലെ അവൻ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തിയതും വീടിന് മുമ്പിലെ വാട്ടർ ടാങ്കിൽ അവൻ ആ പഴങ്ങൾ മൊത്തം കൊണ്ടുചെന്നിട്ടു. അവന്റെ ഉമ്മ ചോദിച്ചു, റസ മോനെ, നീ ഇത് എന്താ ചെയ്യുന്നേ? ഇതിൽ പലതും പഴകിയതാണല്ലോ. റസ പറഞ്ഞു, അത് സാരമില്ല ഉമ്മ. ഉമ്മ, എനിക്കിതിൽ നിന്ന് നല്ലതെടുത്ത് കുറച്ച് ജെല്ലി ഉണ്ടാക്കിയാ മതി. റസയ്ക്ക് ഈ ലോകത്തിൽ അവന്റെ ഉമ്മ മാത്രമേയുള്ളൂ. അവന്റെ വാപ്പ അവന്റെ കുട്ടിക്കാലത്തെ മരണപ്പെട്ടതാണ്. അവൻ വാങ്ങിയ ആപ്പിൾ ബാസ്ക്കറ്റ് കൃത്യമായ രീതിയിൽ തയ്യാറാക്കി തന്റെ പുറത്തിനോട് വെച്ചുകെട്ടി തന്റെ മോട്ടോർ സൈക്കിളുമായി റസ ഇറങ്ങി. നഗരത്തിൽ അവനൊരു മോട്ടോർ സൈക്കിൾ ടാക്സി ഡ്രൈവറായിട്ടാണ് ജോലി നോക്കുന്നത്. അവിടെ എത്തുന്ന പാസഞ്ചേഴ്സ് അവന്റെ മോട്ടോർ സൈക്കിൾ ടാക്സി വിളിക്കും. അവരെ ലക്ഷ്യസ്ഥാനത്ത് അവൻ കൊണ്ടുചെന്നാക്കും. പണവും കിട്ടും. ഇതായിരുന്നു റസയുടെ തൊഴിൽ. അന്നവൻ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഒരു മധ്യവയസ്കൻ അവൻ അടുത്തെത്തി. കലൗഡി എന്ന് പേരുള്ള ഒരു വില്ലേജിലേക്ക് പോകാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. റസ സന്തോഷത്തോടെ ആ ജോലി ഏറ്റെടുത്തു. വളരെ വേഗത്തിലായിരുന്നു റസ ബൈക്ക് ഓടിച്ചത്. പുറകിലിരുന്ന ആ യാത്രക്കാരൻ വല്ലാതെ അസ്വസ്ഥനാവുന്നുണ്ടായിരുന്നു. പതിയെ ഓടിക്കാനൊക്കെ റസയോട് പറഞ്ഞെങ്കിലും റസ അതൊന്നും ചെവികൊള്ളുന്നില്ല. വേഗത്തിൽ വണ്ടി ഓടിച്ചു. ആ ഗ്രാമത്തിലേക്കുള്ള പാതയിലെ അവസാന ഭാഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാൻ കുറച്ച് പ്രയാസമേറിയതുമാണ്. എന്നിരുന്നാലും ചെറിയ അരുവിയൊക്കെ താണ്ടി റസ അദ്ദേഹത്തെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. വണ്ടിയിൽ നിന്നിറങ്ങിയതും അദ്ദേഹം റസയോട് ദേഷ്യപ്പെട്ടു. ഇങ്ങനാണോ ബൈക്ക് ഓടിക്കുന്നേ? ഇത്ര വേഗത്തിലൊക്കെ ബൈക്ക് ഓടിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു അത്. റസ പക്ഷേ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ച് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. പിന്നാലെ പണം വാങ്ങി റസ തിരിയാൻ നേരം അവിടെ എത്തിയ ആ മധ്യവയസ്കൻ അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് ചോദിച്ചു, ഇന്നെന്താ നിങ്ങൾക്ക് സ്കൂളില്ലേ? ഒരു കുട്ടി പറഞ്ഞു, പുതിയ ടീച്ചർ വന്നിട്ടില്ല, പ്രിൻസിപ്പൽ ഇന്ന് വരുമെന്നാ പറഞ്ഞത്. റസ അത് കേട്ടിരുന്നു. തിരികെ റസ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ മറ്റൊരു പാസഞ്ചറെ അവന് ലഭിച്ചു. അവൻ വീണ്ടും മാർക്കറ്റിലെത്തി. അവിടെ കാത്തു നിൽക്കെയാണ് വൃദ്ധയായ ഒരു സ്ത്രീ റസയ്ക്ക് അടുത്തെത്തുന്നത്. അടുത്ത റൈഡറാണ്. റസ അവരെ തന്റെ വാഹനത്തിൽ കയറ്റി. അപ്പോഴായിരുന്നു അവിടെ വന്നു നിന്ന ബസ്സിൽ നിന്നും ഏറെ സുന്ദരിയായ ഒരു യുവതി ഇറങ്ങിയത്. അവർ കണ്ടക്ടറോട് കലൗഡി വില്ലേജിലേക്ക് എങ്ങനെ പോവാൻ പറ്റും എന്ന് ചോദിക്കുന്നത് റസ കേട്ടു. മോട്ടോർ സൈക്കിൾ ടാക്സി വിളിച്ചാൽ മതി എന്ന് അദ്ദേഹം മറുപടിയും കൊടുക്കുന്നു. അത് അവിടുത്തെ പുതിയ ടീച്ചറാണെന്ന് റസ ഒറ്റയടിക്ക് മനസ്സിലാക്കിയിരുന്നു. തന്റെ പുറകിൽ കയറിയ വൃദ്ധയോട് റസ പറഞ്ഞു, നിങ്ങൾക്ക് മറ്റൊരു മോട്ടോർ സൈക്കിൾ ടാക്സി വിളിക്കാമോ? നാളെ നിങ്ങൾക്ക് ഞാനൊരു ഫ്രീ റൈഡ് തന്നെ തരാം. റസയെ കുറച്ച് വഴക്ക് പറഞ്ഞ് അവർ ആ ടാക്സിയിൽ നിന്നിറങ്ങി. ബസ്സിൽ നിന്നും ഇറങ്ങി വന്ന സുന്ദരിയായ പെൺകുട്ടി റസയുടെ അടുത്തെത്തി. കലൗഡി വില്ലേജിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു. തീർച്ചയായും പോകാം ടീച്ചർ എന്നായിരുന്നു റസയുടെ മറുപടി. തന്നെ ടീച്ചർ എന്ന റസ അഭിസംബോധന ചെയ്തതിൽ ആ പെൺകുട്ടിക്ക് അതിശയം തോന്നി. താനെങ്ങനെ ടീച്ചറാണെന്നറിയാം എന്നവർ ചോദിച്ചു. ആ വില്ലേജിലെ ഒരേ ഒരു സ്കൂളാണത്. അങ്ങോട്ടേക്കാണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. എനിക്കറിയാം എന്നായിരുന്നു റസയുടെ മറുപടി. ലൈല എന്നായിരുന്നു ആ ടീച്ചറുടെ പേര്. മറിയം എന്നെല്ലാവരും വിളിക്കും. വൈകാതെ മറിയത്തെയും കൂട്ടിക്കൊണ്ട് റസ തന്റെ യാത്ര തുടങ്ങി.
റസ വളരെയധികം സന്തോഷത്തോടെ മറിയത്തോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. മറിയം പക്ഷേ സൈലന്റ് ആയിട്ടിരുന്നതേയുള്ളൂ. മലനിരയിലെ വെള്ളച്ചാലിലൂടെ വേഗത്തിൽ റസ ബൈക്ക് ഓടിക്കുമ്പോൾ മറിയത്തിന്റെ ചെരുപ്പ് ഒഴുക്കിൽ പെട്ടുപോയി. ഒട്ടും മടിച്ചല്ല ബൈക്ക് വേഗത്തിൽ നിർത്തി മറിച്ചിട്ട് റസ ആ ചെരുപ്പെടുക്കാൻ വേണ്ടി വേഗത്തിൽ ആ വെള്ളച്ചാലിലൂടെ ഓടി. ഒടുവിൽ ആ ചെരുപ്പ് അവന്റെ കയ്യിൽ കെട്ടി. അത് കിട്ടിയതും ആ ചെരുപ്പ് അവൻ തന്റെ നെഞ്ചോട് ചേർത്തു. ആദ്യ കാഴ്ച മുതലേ മറിയത്തെ അവൻ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. ചെരുപ്പുമായി തിരികെ എത്തിയ റസയെ മറിയം വഴക്ക് പറഞ്ഞിരുന്നു. ഇങ്ങനെയാണോ ബൈക്ക് ഓടിക്കുന്നത്? ഇങ്ങനാണോ ഒരാളോട് പെരുമാറേണ്ടത്? റസ ഒന്ന് അസ്വസ്ഥനായി. എന്നിരുന്നാലും മറിയത്തോട് ക്ഷമ പറഞ്ഞ് വീണ്ടും മറിയവുമായി അവൻ യാത്ര തുടർന്നു. ഒടുവിൽ മറിയവുമായി അവൻ വില്ലേജിലെത്തി. ഇറങ്ങാൻ നേരം മറിയം പണം കൊടുത്തു. പക്ഷേ റസ പറഞ്ഞു, നിങ്ങൾ വില്ലേജിലെ ഒരു അതിഥിയാണ്, നിങ്ങളിൽ നിന്ന് പണം വാങ്ങാൻ എനിക്ക് സാധിക്കില്ല. മറിയത്തിന് പക്ഷെ അതത്ര ഇഷ്ടപ്പെട്ടില്ല. മറിയം പണം റസയുടെ പോക്കറ്റിലേക്ക് വെച്ച് അവിടെ നിന്ന് നടന്നകന്നു. അവൾ നടന്നു പോകുന്നതും നോക്കി റസ അവിടെ തന്നെ നിന്നിരുന്നു. വല്ലാത്തൊരു അനുഭൂതി അവൻ അനുഭവപ്പെട്ടു. റസ എന്ന് തിരികെ പോയില്ല, അവിടെ തന്നെ തുടർന്നു. വൈകുന്നേരമായപ്പോ സ്കൂൾ വിട്ടു. ടീച്ചേഴ്സൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ മറിയത്തോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി, നാളെ മുതൽ കൃത്യസമയത്തെത്തുമല്ലോ. മറിയം ഓക്കെ പറഞ്ഞു. തിരികെ വരുമ്പോൾ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന റസയെ മറിയം നോക്കിക്കണ്ടു. മറിയത്തെ കണ്ടപ്പോ റസ അവളെ അഭിവാദ്യം ചെയ്തു. മറിയം തിരികെ അഭിവാദ്യം ചെയ്തെങ്കിലും പറഞ്ഞു, ഞാനിപ്പോൾ നഗരത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല, കുറച്ചു വൈകും. അപ്പോഴാണ് മറ്റൊരു മോട്ടോർ സൈക്കിൾ റൈഡർ എത്തുന്നത്. അയാളെ കണ്ടതും എന്തോ ഒരു വശപ്പിശക് മറിയത്തിന് തോന്നി. അവൾ പറഞ്ഞു, ഞാൻ മറ്റൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ മറിയം റസയുടെ ബൈക്കിൽ കയറി. അവർ തിരികെ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. തിരികെയുള്ള യാത്രയിൽ റസ അത്രമേൽ സന്തോഷവാനായി കാണപ്പെട്ടിരുന്നു. എന്തോ അമൂല്യമായ ഒന്ന് കിട്ടിയ കുട്ടിയെപ്പോലെ. അന്ന് പോകുമ്പോ റസ പറഞ്ഞു, നിങ്ങളെ ദിവസവും സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണമെന്നും സ്കൂളിൽ എത്തിക്കണമെന്നും അവിടെ നിന്ന് തിരികെ എത്തിക്കണം എന്നും പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ടുണ്ട്. മറിയം മറുപടിയൊന്നും പറഞ്ഞില്ല. മറിയത്തെ റസ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. വണ്ടിയിൽ നിന്നിറങ്ങി മറിയം വീട്ടിലേക്ക് നടന്നകന്നു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. റസ അവൾ പോകുന്നത് നോക്കി നിന്നിരുന്നു. അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പോലും റസ മറിയത്തിന്റെ ആലോചനകളിൽ മുഴുകി. അവന്റെ ചുറ്റിലുള്ളതൊന്നും അവൻ തിരിച്ചറിയുന്നേ ഉണ്ടായിരുന്നില്ല. അവന്റെ ഉമ്മ അത് ശ്രദ്ധിച്ചു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ റസ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ പോയി മുടിയൊക്കെ വെട്ടിയൊതുക്കി സുന്ദരനായി മറിയത്തെ വിളിക്കുവാൻ ചെന്നു. മറിയം വരുവാൻ കാത്തുനിന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ എത്തി. അവിടെ ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവൾ വെള്ളത്തിൽ ചവിട്ടാതിരിക്കാൻ തന്റെ ബോക്സ് വെള്ളത്തിലേക്കിട്ട് അതിൽ ചവിട്ടി വരാൻ പറയുവാൻ റസ ശ്രമിച്ചു. പക്ഷേ ബോക്സ് വെള്ളത്തിലേക്കിട്ടപ്പോ വെള്ളം തെറിച്ച് മറിയത്തിന്റെ ദേഹത്തായി. റസയ്ക്കും ഒരു വല്ലായ്മ തോന്നി. മറിയത്തോടവൻ ക്ഷമ ചോദിച്ചു. നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ക്ഷമ ചോദിക്കൽ. മറിയം ബോക്സിൽ ചവിട്ടി മറുവശത്ത് വന്നു. പിന്നാലെ അവർ യാത്ര തുടങ്ങി. പോകുമ്പോഴത്രയും അത്രമേൽ നിഷ്കളങ്കമായി മറിയത്തോടവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൃത്യസമയത്ത് മറിയം സ്കൂളിലെത്തി. ക്ലാസ് എടുക്കാൻ തുടങ്ങി. റസ പോയിരുന്നില്ല. ജനലരികിൽ വന്ന് അതിലൂടെ ഒളിഞ്ഞ് അവൻ മറിയത്തെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. വല്ലാത്തൊരു ആനന്ദം, ഒരനുഭൂതി അവന്റെ ഉള്ളിൽ നിറഞ്ഞു. പ്രണയത്തിന്റെ സന്തോഷം അവൻ അനുഭവിക്കുകയായിരുന്നു. അന്ന് രാത്രിയിലും വീട്ടിലെത്തിയ ശേഷം മറിയത്തെപ്പറ്റി ആലോചിക്കാതിരിക്കാൻ റസയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവനങ്ങനെ ആലോചനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് അന്നുമ്മ ചോദിച്ചു, മോനെ നിനക്കെന്താ പറ്റിയത്? എനിക്കും അറിയില്ലുമ്മ എന്നായിരുന്നു റസയുടെ മറുപടി. അവന് കഴിക്കാനുള്ള ഭക്ഷണം അവന് മുമ്പിൽ വെച്ച് ഉമ്മ എഴുന്നേറ്റ് പോയി. റസ വീണ്ടും ആലോചനകളിൽ മുഴുകിയിരുന്നു. അടുത്ത ദിവസവും റസ പതിവ് പോലെ മറിയത്തെ സ്കൂളിൽ എത്തിച്ചു. അവൾ ക്ലാസ് എടുക്കുന്നത് ഒളിഞ്ഞു നോക്കി കണ്ടു. ഇടവേള സമയത്ത് ഒരു കുട്ടി വെള്ളം കുടിക്കാൻ വരുന്നത് റസ നോക്കിക്കണ്ടിരുന്നു. റസ അവൻ അരികിലെത്തി പറഞ്ഞു, ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞ് വിടുമോ എന്ന് ടീച്ചറോട് നീ ഒന്ന് ചോദിക്കാമോ? റസ അവന് മിഠായി വാങ്ങാൻ പണവും കൊടുത്തു. ആ കുട്ടി ആ ദൗത്യമേറ്റെടുത്തു. നേരത്തെ ഇറങ്ങിയാൽ മറിയവുമായി കുറച്ചധിക ദൂരം സഞ്ചരിക്കാൻ പറ്റിയാലോ, ഒന്ന് കറങ്ങാൻ സാധിച്ചാലോ എന്ന് റസ ചിന്തിച്ചിരുന്നു. അന്ന് കുറച്ചു കഴിഞ്ഞപ്പോ മറിയത്തിന്റെ ക്ലാസ് തീരാറായി. ആ കുട്ടി ക്ലാസ്സിൽ കൈ ഉയർത്തി ചോദിച്ചു, ഇന്ന് ഞങ്ങളെ നേരത്തെ വിടാമോ? കൺഫ്യൂസ്ഡായ മറിയം ചീത്ത പറഞ്ഞവനെ ഇരുത്തിയതേയുള്ളൂ. ഇതേ സമയം ഡോറിനരികിലെത്തിയ റസയാകട്ടെ ആ കുട്ടിയെ കയ്യും കലാശവും കാണിക്കാൻ തുടങ്ങി. ഒടുവിൽ ആ പയ്യൻ ബാത്റൂമിൽ പോവണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോന്നു. പ്രിൻസിപ്പളിനെ കണ്ട് ആ പയ്യൻ പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു, ടീച്ചറ് നേരത്തെ വിട്ടോട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു. പ്രിൻസിപ്പൽ പക്ഷെ അതിന് സമ്മതിച്ചില്ല. ക്ലാസ്സിൽ തുടരണം, സ്കൂൾ വിടുമ്പോഴേ പോവാൻ പറ്റൂ എന്നായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത്. പയ്യൻ അവിടെ നിന്ന് പോന്നു. ക്ലാസ്സിലെത്തി ടീച്ചറുടെ അടുക്കൽ പ്രിൻസിപ്പൽ തങ്ങളെയൊക്കെ വിടാൻ പറഞ്ഞു എന്ന കാര്യം അറിയിച്ചു. മറിയമൊന്ന് കൺഫ്യൂസ്ഡ് ആയെങ്കിലും ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് കുട്ടികളെ അവൾ പറഞ്ഞയച്ചു. കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് പ്രിൻസിപ്പൽ അങ്ങോട്ടേക്ക് എത്തി. എന്താ കുട്ടികളെ വിട്ടത്? ഞാൻ പെർമിഷൻ കൊടുത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ്
അപ്പോഴാണ് അബദ്ധം മറിയത്തിനും മനസ്സിലാവുന്നത്. അപ്പോഴേക്കും കുട്ടികൾ പോയി കഴിഞ്ഞിരുന്നു. കാര്യം മനസ്സിലാക്കിയ പ്രിൻസിപ്പൽ തങ്ങളെ കബളിപ്പിച്ച ആ കുട്ടിയെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. പുറത്തേക്കിറങ്ങിയ പയ്യൻ അങ്ങോട്ടേക്കെത്തിയ റസയെ നോക്കി തന്റെ കണ്ണിറക്കി കാണിച്ചു. വൈകാതെ മറിയം തിരികെ പോവാൻ തയ്യാറായി. റസ ബൈക്കുമായിട്ടെത്തി. അവർ യാത്രയാരംഭിച്ചു. അന്ന് രാത്രിയും പതിവ് പോലെ റസ ആലോചനയിൽ മുഴുകിയിരുന്നു. അവന്റെ ഉമ്മ അത് നോക്കിക്കാണുന്നുണ്ട്. തന്റെ മകൻ ഇതെന്തുപറ്റി? ശുദ്ധഹൃദയനായ പയ്യനാണ്. തന്റെ മകന്റെ മനസ്സിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കല്ലേ, അവന് നല്ലത് മാത്രം വരുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ അടുത്ത ദിവസം ആ ഉമ്മ ആരാധനാലയത്തിൽ പോയി. അടുത്ത ദിവസം പതിവ് പോലെ സ്കൂള് കഴിഞ്ഞ് മറിയത്തിനെയും കൂട്ടി റസ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാട്ടുപാതയിൽ മഞ്ഞ് പുതഞ്ഞിരുന്നു. ഒന്നും വ്യക്തമായി കാണാൻ വയ്യ. മുമ്പോട്ട് പോകുമ്പോ റസയുടെ ബൈക്ക് ഒരു ചെളിക്കുണ്ടിൽ വീണു. ബൈക്ക് ഓഫായി. പിന്നീട് ഓണാവുന്നേയില്ല. ആ ഒരു അന്തരീക്ഷത്തിൽ പെട്ടുപോയ മറിയത്തിന് വല്ലാത്ത ഭയം തോന്നാൻ ആരംഭിച്ചു. എന്നാലും അത് പുറത്തു കാണിക്കാതെ അവൾ അവിടെ കിടന്നൊരു തടിയിൽ ചെന്നിരുന്നു. റസയാകട്ടെ വണ്ടി ശരിയാക്കാൻ നോക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പതിയവൻ മറിയത്തിന്റെ അടുത്തെത്തി. മറിയം അവനെ കണ്ട് ഭയന്നുപോയി. മറിയം ഒച്ചയെടുത്തു. ഇങ്ങനെ പതുങ്ങിയാണോ ആളുകൾക്ക് അടുത്തു വരുന്നേ എന്നൊക്കെ ചോദിച്ചായിരുന്നു അത്. റസ വന്നത് തന്നെ സ്പാർക്ക് പ്ലഗ് ക്ലീനാക്കാൻ അവളുടെ ഹെയർ ക്ലിപ്പ് ചോദിക്കാനായിരുന്നു. അവൾ ചീത്ത വിളിച്ചപ്പോ റസയ്ക്കത് സത്യത്തിൽ ഒരു മനോവേദനയുണ്ടാക്കി. എന്നാലും അവളുടെ ഹെയർ ക്ലിപ്പ് വാങ്ങി ഒന്നും മിണ്ടാതെ അവൻ ബൈക്കിനടുത്ത് ചെന്നു. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. മറിയമാകട്ടെ ആ സമയം അവിടെ ഇരുന്ന് മനോഹരമായൊരു കവിത പാടി. അത്രമേൽ ഈണത്തിലും താളത്തിലും അവൾ പാടുമ്പോൾ റസയും അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കവിത പാടിത്തീർന്നപ്പോ നേരത്തെ റസയോട് ദേഷ്യപ്പെട്ടത് കുറച്ച് കടന്നുപോയില്ലേ എന്നും മറിയത്തിന് തോന്നി. അവനടുത്തെത്തി അവൾ ക്ഷമ ചോദിച്ചു. റസ അതൊന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞു. പക്ഷെ അവന്റെ ഉള്ളിൽ അപ്പോഴും ചെറിയൊരു വേദനയുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മറ്റൊരു ബൈക്ക് റൈഡർ വന്നത്. നേരത്തെ കണ്ടിട്ടുള്ള പ്രശ്നക്കാരനാണെന്ന് കണ്ടാൽ തോന്നുന്ന വ്യക്തി. നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് അയാൾ ചോദിച്ചു. മറിയം റസയെ നോക്കി. ബൈക്ക് ഇപ്പോൾ ശരിയാകും എന്നായിരുന്നു റസ പറഞ്ഞത്. പിന്നാലെ റസ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. വണ്ടി ഓണായി. റസയ്ക്ക് വലിയ സന്തോഷം തന്നെ തോന്നി. അവർ വീണ്ടും ഒന്നിച്ച് തങ്ങളുടെ യാത്ര തുടങ്ങി. റസയുടെ പ്രണയം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. വൺ സൈഡഡ് പ്രണയമാണെങ്കിലും റസ അത് നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പുലർച്ചെ അവളെ കൂട്ടാൻ പോകുന്നതിന് മുമ്പ് റസ ഫ്ലവർ ഷോപ്പിൽ നിന്ന് ഒരു ബൊക്കെ വാങ്ങി. അതുമായി മറിയത്തിന്റെ വീടിന് മുമ്പിലെത്തി കാത്തുനിന്നു. പക്ഷെ മറിയം വരുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞും കാണാതായപ്പോ വാതിലിൽ മുട്ടുവാൻ അവൻ അങ്ങോട്ടേക്ക് ചെന്നു. വാതിൽ ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ. റസ പതിയെ വാതിൽ തുറന്നകത്തേക്ക് കയറി. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നത്. റസയെ അങ്ങനെ കണ്ട് അയാൾ റസയെ തല്ലാനും ഉപദ്രവിക്കാനും തുടങ്ങി. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മറിയമ്മും മറിയത്തിന്റെ ഉമ്മയും വന്നു. അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അവൻ റസയാണ്, ഒരു പാവം പയ്യനാണ്, മറിയത്തെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് അവനാണ്. അതോടെ അയാൾ തല്ലൽ നിർത്തി. റസ പറഞ്ഞു, ടീച്ചർ, സ്കൂളിൽ പോവാൻ നിങ്ങൾ വൈകുകയാണ്. എന്താ എന്നറിയാൻ വീട്ടിലേക്ക് വന്നതായിരുന്നു. വാതിൽ തുറന്നു കിടക്കുന്നു കണ്ടപ്പോ അകത്തേക്ക് കയറിപ്പോയതാണ്. എന്നോട് ക്ഷമിക്കണം. മറിയം ദുഃഖത്തിൽ പെട്ടെന്ന് മുറിക്കകത്തേക്ക് പോയി. റസയെ തല്ലിയ വ്യക്തി അവനെ വീടിന് വെളിയിലാക്കി. പിന്നാലെയാണ് അവൻ മനസ്സിലാക്കുന്നത് തന്നെ തല്ലിയത് മറിയത്തെ വിവാഹം കഴിക്കാനിരിക്കുന്ന അവളുടെ ഫിയാൻസിയാണെന്ന്. ലോകം മുഴുവൻ അവന്റെ മുമ്പിൽ ഇല്ലാതാവുന്നതായി അവന് തോന്നി. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അവൻ അവിടെ നിന്ന് ബൈക്ക് റൈഡ് ചെയ്തു പോന്നത്. ആ വേദന സഹിക്കാൻ അവന് പറ്റുന്നേയുണ്ടായിരുന്നില്ല. അവന്റെ ലോകം തലകീഴായി മറിയാൻ തുടങ്ങി. എല്ലാ ദിവസവും പുലർച്ചെ മറിയത്തെ പ്രതീക്ഷിച്ച് അവൻ മറിയത്തിന്റെ വീടിന് മുമ്പിലെത്തും. കുറെ സമയം നോക്കി നിൽക്കും. മറിയത്തെ കാണാതാവുമ്പോൾ തിരികെ പോരും. ഇടയ്ക്ക് മറിയത്തിന്റെ സ്കൂളിൽ പോകും. നിശബ്ദനായി അവിടെ കുറെ നേരം ഇരിക്കും. വീണ്ടും തിരികെ പോരും. പ്രണയം അവനെ വല്ലാത്തൊരു അവസ്ഥയിലാക്കുന്നുണ്ടായിരുന്നു. മറിയത്തെ മറക്കാനോ വിട്ടുകളയാനോ അവന് പറ്റുന്നേയുണ്ടായിരുന്നില്ല. പലപ്പോഴും മറിയം അവിടെയുള്ള പോലെ അവൻ ഹാലൂസിനേറ്റ് ചെയ്യുക പോലും ചെയ്തു. റസയുടെ ഈ അവസ്ഥ അവന്റെ ഉമ്മ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. എപ്പോഴും ആകാശം മാത്രം നോക്കിയിരിക്കുന്ന മകൻ, ചിന്തയിൽ ലാണ്ട് ദുഃഖത്തിൽ ആഴ്ന്നു പോയിരിക്കുന്ന മകൻ. അതിനെപ്പറ്റി ഒരിക്കൽ പ്രാർത്ഥിക്കാൻ പോയി അവിടെ നിന്നിറങ്ങുമ്പോ സയ്യിദിനെ ഉമ്മ കണ്ടു. സയ്യിദിനോട് മകന്റെ അവസ്ഥയെപ്പറ്റിയുള്ള കാര്യങ്ങൾ അവർ വിശദീകരിച്ചു. ഉമ്മയെ സമാധാനിപ്പിച്ച് തിരികെ അയക്കലായിരുന്നു സയ്യിദ് ചെയ്തത്. രാത്രിയിൽ റസയ്ക്കുറക്കമില്ലാതായി. അങ്ങനെ ഒരു ദിവസം പുലർച്ചെ അവൻ വീണ്ടും മറിയത്തിന്റെ വീടിന് മുമ്പിലെത്തി. മറിയമെന്ന് പുറത്തേക്ക് വന്നു. അവളെ കണ്ടതും റസയുടെ മുഖം തെളിഞ്ഞു. സന്തോഷത്തോടെ ബോക്സ് അവൻ തന്റെ പുറത്തു വെച്ച് കെട്ടി. മറിയം അവന്റെ അടുത്തെത്തി. അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അവളുടെ കയ്യിൽ
ചെറിയൊരു പെട്ടിയുണ്ടായിരുന്നു. അവർ സ്കൂളിലേക്ക് യാത്ര തിരിച്ചു. സ്കൂളിലെത്തി മറിയം ഇറങ്ങിയപ്പോൾ അവൾ ആ സ്കൂളിലേക്ക് കണ്ണുകൾ നിറഞ്ഞൊന്നു നോക്കി. വല്ലാത്തൊരു ഇമോഷൻ അവളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. അവൾ അകത്തേക്ക് കയറി ചെന്നു. പ്രിൻസിപ്പലിനടുത്തെത്തി പറഞ്ഞു, എന്റെ വിവാഹം ഉറപ്പിച്ചു, വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നതാണ്. അവൾ കൊണ്ടുവന്ന മധുരപലഹാരം പ്രിൻസിപ്പലിന് കൊടുത്തു. പിന്നാലെ തന്റെ ഫിയാൻസി തന്നെ ഇനി സ്കൂളിലേക്ക് ജോലിക്കയക്കില്ല എന്ന കാര്യവും അറിയിച്ചു. പ്രിൻസിപ്പൽ റൂമിന്റെ വെളിയിൽ നിന്നും റസ അതൊക്കെ കേട്ടിരുന്നു. അവന്റെ ഉള്ളൊരുകാൻ തുടങ്ങി. മറ്റധ്യാപകരും കടന്നു വന്നു. അവർ വിവാഹത്തിന് മറിയത്തിന് ആശംസകൾ നേർന്നു. എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിച്ചായിരുന്നു മറിയമെന്ന് മടങ്ങിയത്. മറിയത്തിന്റെ വിവാഹ ദിവസം പ്രിൻസിപ്പളുമായി അങ്ങോട്ടേക്ക് തന്റെ ബൈക്ക് ടാക്സിയിൽ റസ എത്തിയിരുന്നു. ആകെ തകർന്ന് കണ്ണുകൾ നിറഞ്ഞ് അവൻ ആ വെഡിംഗ് ഹാളിന്റെ പുറത്തു നിന്നു. അപ്പോഴതാ അങ്ങോട്ടേക്ക് വധുവായി അണിഞ്ഞൊരുങ്ങി മറിയം വന്നിറങ്ങുന്നു. ഒരിക്കൽ താൻ അത്രമേൽ പ്രണയിച്ച പെൺകുട്ടി തന്റെ മുമ്പിൽ മറ്റൊരാളുടെ വധുവായി കൈപിടിച്ച് നടന്നു നീങ്ങുന്നു. വേദനയിൽ ഉരുകി റസ അവളെ തന്നെ നോക്കി നിന്നു. എല്ലാവരും അവിടെ നിന്ന് കടന്നുപോയി കഴിഞ്ഞിട്ടും ഉറഞ്ഞ ശില പോലെ അവൻ അവിടെ നിന്നുപോയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് റസയുടെ ജീവിതം താറുമാറാവാൻ തുടങ്ങി. ഉറക്കമില്ലാത്ത രാത്രികൾ, ശ്രദ്ധയില്ലാത്ത പകലുകൾ. മറിയം താമസിച്ചിരുന്ന ആ പഴയ വീടിന് മുമ്പിൽ പോയി അവൻ വെറുതെയിരിക്കും. ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളും, ആഴ്ചകൾ മാസങ്ങളുമായി. റസ അപ്പോഴും തന്റെ ആ ഇരിപ്പ് തുടർന്നു. റസയുടെ താടിയും മുടിയുമെല്ലാം വളർന്നു. മാനസിക നില തന്നെ തെറ്റുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീണ്ടു. ഒരിക്കൽ അവിടെ തെരുവിലൂടെ കറങ്ങി നടക്കുമ്പോൾ റസ പഴയ ആരാധനാലയത്തിലെത്തി. സഹീദിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ അവരെന്നും പോയിരുന്ന അതേ ഇടം. റസ അകത്തേക്ക് കയറി ചെന്നു. സഹീദ് അവിടെ ഉണ്ടായിരുന്നു. സഹീദ് റസയുടെ കോലം കണ്ട് ചോദിച്ചു, റസ മോനെ എന്തുപറ്റി? നീ ആകെ മാറിപ്പോയല്ലോ. റസ പറഞ്ഞു, എനിക്ക് വേദന താങ്ങാൻ പറ്റുന്നില്ല. സഹീദിനെല്ലാം അറിയാമായിരുന്നു. സഹീദ് മൂളിക്കൊണ്ട് പറഞ്ഞു, നീ ആ പെൺകുട്ടിയെ അത്ര ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നുവല്ലേ? അതേയെന്ന് അവൻ മറുപടി പറഞ്ഞു. എനിക്കവളെ മറക്കാനേ സാധിക്കുന്നില്ല. നിനക്കറിയാമോ, പ്രണയം ദൈവത്തിൽ നിന്നുള്ള മഹത്തായമായ ഒരു വരദാനമാണ്. ദൈവത്തെക്കാൾ ഉപരിയായി മറ്റാരും നിന്നെ സ്നേഹിക്കില്ല. ആ ദൈവം നിന്റെ മുമ്പിൽ ഇങ്ങനൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിവിശാലമായ മറ്റെന്തെങ്കിലും പദ്ധതിയുണ്ടാകും. സയ്യിദ് അതൊക്കെ പറഞ്ഞെങ്കിലും മനസ്സ് തകർന്ന റസയെ ആശ്വസിപ്പിക്കാൻ അതൊന്നും കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അന്ന് സയ്യിദിന്റെ ഖുർആൻ പാരായണം കുറെ നേരം റസ കേട്ടിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അവൻ തന്റെ വാപ്പയുടെ ചിത്രത്തിൽ നോക്കിയിരിക്കാൻ തുടങ്ങി. ഉമ്മ വന്ന് അവനോട് ചോദിച്ചു, എന്താ മോനെ? റസ പറഞ്ഞു, എനിക്കെന്റെ വാപ്പയെ കാണാൻ തോന്നുന്നു. നീയെങ്കിൽ അദ്ദേഹത്തിന്റെ കബറിടം സന്ദർശിക്ക്. അതല്ല ഉമ്മ, വാപ്പയ്ക്ക് അടുത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാപ്പയുടെ കൂടെ എന്നും നിൽക്കാൻ. ആ ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം അയൽവക്കത്തുള്ള എല്ലാവരും ചേർന്നപ്പോ റസയുടെ ഉമ്മ ദുഃഖത്തിൽ കാണപ്പെട്ടു. എല്ലാവരും ചോദിച്ചപ്പോ മകനെയോർത്തുള്ള ആശങ്കകൾ അവർ പങ്കുവെക്കുകയും ചെയ്തു. പതിയെ റസയുടെ സ്വബോധം തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങി. തെരുവുകളിലൂടെ അവൻ അലഞ്ഞു തിരിഞ്ഞു. ഭ്രാന്തനെ പോലെ കറങ്ങി നടന്നു. അപ്പോഴും അവൻ കയ്യിൽ സൂക്ഷിച്ചിരുന്ന 2 വസ്തുക്കളുണ്ടായിരുന്നു. ഒന്ന് മറിയം ആദ്യമായി അവന് കൊടുത്ത ആ നോട്ട്. അടുത്തത് ഒരിക്കൽ അവളിൽ നിന്നും അവൻ ചോദിച്ചു വാങ്ങിയ ആ ഹെയർ ക്ലിപ്പ്. അതവൻ നിധി പോലെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. പതിയെ റസ കിടപ്പിലായി. ഒന്നും തന്നെ ഓർമ്മയില്ലാതെ, ആരെയും തിരിച്ചറിയാതെ അവൻ അങ്ങനെ കിടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് തീരെ വയ്യാതായ റസയെ കഥയിലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ട്രക്കിൽ ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ അങ്ങനെ കിടക്കെ ഒരു സ്വപ്നമെന്ന പോലെ റസ ചില കാഴ്ചകൾ കണ്ടു. പൂർണ്ണമായി വെള്ളവസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ റസയ്ക്കടുത്തെത്തി. അത്രമേൽ പ്രകാശം ചൊരിയുന്ന മുഖമുള്ള ഏറെ സുന്ദരനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ റസയോട് പറഞ്ഞു, റസ ദാ ഇത് നീ കഴിച്ചോളൂ. നിന്റെ ഉമ്മ വല്ലാതെ ക്ഷീണിതയാണ്. നിന്നെപ്പറ്റി ഓർത്ത് ഉരുകുകയായിരുന്നു അവർക്ക് വിശ്രമിക്കാനുള്ള സമയമായി. അവരിനി നിന്റെ വാപ്പയ്ക്കൊപ്പമായിരിക്കും. റസ പിന്നാലെ ഒരു കാഴ്ച കണ്ടു. പൂർണ്ണമായും ശുഭ്രവസ്ത്രധാരിയായ പ്രായമേറിയ ഒരു സ്ത്രീ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു നീങ്ങുന്നു. പുറത്ത് നിറഞ്ഞു നിന്ന് പ്രകാശത്തിലേക്ക് അവർ അപ്രത്യക്ഷമാകുന്നു. പെട്ടെന്ന് ആ സ്വപ്നം ഞെട്ടി റസ ഉണർന്നു വന്നു. അവൻ എഴുന്നേറ്റിരുന്നു. സ്വബോധത്തിലേക്ക് അവൻ തിരികെ എത്തിയിരുന്നു. അവന്റെ മുമ്പിൽ ആ ബ്രെഡ് ഇരിക്കുന്നുണ്ട്. ഏറെ വിശന്നിരുന്ന അവൻ അത് ആർത്തിയോടെ കഴിച്ചു. മുന്നിലായി പ്രാർത്ഥനാ രീതിയിൽ അവന്റെ ഉമ്മയിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മടിയിൽ അപ്പോഴും ഖുർആൻ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ശാന്തത നിറഞ്ഞു നിന്നിരുന്നു. ഒരു പുഞ്ചിരി തെളിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ് എന്ന് റസ പിന്നാലെ തിരിച്ചറിഞ്ഞു. വൈകാതെ അവരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. റസ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതിൽ പങ്കുചേർന്നു.
വല്ലാത്തൊരു കുറ്റബോധം അവനിൽ നിറയുന്നുണ്ടായിരുന്നു. ഈ ലോകത്തിൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തിയെ ഞാൻ വേദനിപ്പിച്ചിരിക്കുന്നു. എന്റെ ഉമ്മയെ തന്നെ. റസ ഉരുകിക്കൊണ്ടിരുന്നു. അധികം വൈകാതെ റസ സാധാരണ നിലയിലേക്ക് തിരികെ എത്തി. അടുത്തൊരു ദിവസം അവൻ സയ്യിദിനെ കാണാൻ പോയി. സയ്യിദ് ആരാധനാലയത്തിന്റെ ഷൂ കൗണ്ടറിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് റസയിരുന്നു. ചെരുപ്പെടുത്തു കൊടുക്കുന്ന സമയത്ത് റസ പരിചിതമായ ഒരു ഷൂ കണ്ടു. മറിയത്തിന്റെ ഷൂ. അങ്ങോട്ടേക്ക് വന്ന മറിയത്തെയും റസ നോക്കിക്കണ്ടു. അവളെ കണ്ട് അവൻ എഴുന്നേറ്റു നിന്നു. റസ അവളോട് അഭിവാദ്യം നടത്തി. അവനെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും മറിയം പുഞ്ചിരിയോടെ തിരികെ അഭിവാദ്യം ചെയ്തു. നീ വല്ലാതെ മാറിപ്പോയല്ലോ, മറിയം ചോദിച്ചു. അവൻ പറഞ്ഞു, നീയും ഒരുപാട് മാറിയിരിക്കുന്നു. നിന്റെ ജീവിതം എങ്ങനെ പോകുന്നു? ഭർത്താവ് എന്തു പറയുന്നു? റസ ചോദിച്ചു. അവൾ ഒരു നിമിഷം തല താഴ്ത്തി. പിന്നാലെ പറഞ്ഞു, ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തു. പിന്നാലെ അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൾ നേരെ പോയത് പള്ളിയുടെ അകത്തേക്കായിരുന്നു. അവൾ പ്രാർത്ഥനയിലായിരിക്കെ അങ്ങോട്ടേക്ക് റസ ചെന്നു. അവളുടെ സമീപം ഇരുന്നു. അവൾ അവനോട് സംസാരിച്ചു. അവൾ പറഞ്ഞു, എന്റെ ഭർത്താവ് ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. അയാൾക്ക് പണം മാത്രം മതിയായിരുന്നു. എന്റെ ഉമ്മ, അവർ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവർ രോഗിയായിരുന്നപ്പോൾ പോലും, അവരെ കാണാൻ പോവാൻ പോലും എന്നെ എന്റെ ഭർത്താവ് അനുവദിച്ചില്ല. എല്ലാ വേദനകളും സഹിച്ച് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുട്ടിയില്ലാതായപ്പോ അയാളുടെ മട്ടുമാറി. അയാൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും അയാൾ എന്നെ തല്ലുമായിരുന്നു. ഒരു ദിവസം ഞാൻ അയാളോട്, നിങ്ങൾക്കെന്നെ പറ്റില്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചേക്കുവെന്ന് പറഞ്ഞു. അതായിരുന്നു അവസാനം. അയാളിപ്പോ മറ്റൊരു വിവാഹം കഴിച്ചു. ജീവിതം എത്ര വലിയ ക്രൂരതയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ദുഃഖത്തിൽ മുങ്ങിപ്പോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ സ്കൂളിൽ പോയിരുന്നു. പ്രിൻസിപ്പലിനെ കണ്ട് വീണ്ടും ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചു. അദ്ദേഹം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റസ ഒന്നും മിണ്ടിയില്ല. എല്ലാം കേട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റു പുറത്തേക്കിറങ്ങി. റസ പിന്നാലെ നടന്നു ചെന്നു. പോവാൻ നേരം അവൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, റസ, നീ എപ്പോഴും ബൈക്ക് ടാക്സി ഓടിക്കുന്നുണ്ടോ? ഞാനത് വിട്ടിട്ട് ഒരുപാടായി. ആ വില്ലേജിലേക്ക് ഞാൻ പോവാറേയില്ല. പെട്ടെന്ന് സയ്യിദ് ഇറങ്ങി വന്ന് പറഞ്ഞു, നിങ്ങളുടെ വിവാഹത്തിന് ശേഷം റസ ആ ബൈക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. മറിയം ദുഃഖത്തോടെ താഴേക്ക് നോക്കി. പിന്നാലെ അവിടെ നിന്ന് നടന്നകന്നു. അടുത്ത ദിവസം റസ തന്റെ പഴയ ബൈക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സയ്യിദ് ആ വഴി വന്നു. റസ സയ്യിദുമായി സംസാരിച്ചു. ചെറിയൊരു വിഷമം വാക്കുകളിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഒരു കാലത്ത് ഞാനേറെ പ്രണയിച്ചിരുന്ന വ്യക്തി, എന്റെ എല്ലാമായി കരുതിയിരുന്ന, ഒരുപക്ഷെ എന്തും ചെയ്തു കൊടുക്കുമായിരുന്ന വ്യക്തി. പക്ഷെ ഇപ്പോൾ അവളെ നേരിൽ കണ്ടിട്ടും ഒക്കെ അറിഞ്ഞിട്ടും എന്റെ ഉള്ളിൽ അതൊന്നും ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല. എന്റെ ഉള്ളിലെ പഴയ റസയെ കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നില്ല. സയ്യിദ് പറഞ്ഞു, അതങ്ങനെയാണ്. ഈശ്വരൻ എല്ലാവർക്കും ഓരോ പരീക്ഷണങ്ങൾ വെക്കും. മനുഷ്യർ അവരെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി, അവരുടെ വാല്യൂ മനസ്സിലാക്കുവാൻ വേണ്ടി. ഒരുപക്ഷെ അന്ന് മറിയത്തിനെ നിനക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നിന്റെ വാല്യൂ, നീ എന്ന മനുഷ്യന്റെ ജീവന്റെ വാല്യൂ, നിന്റെ ഉമ്മയുടെ സ്നേഹം, ഇതൊന്നും നീ അത്രമേൽ തിരിച്ചറിയില്ലായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് റസയുടെ കസിൻ വന്നത്. അവളുടെ മകളും കൂടെയുണ്ടായിരുന്നു. കുട്ടിയെ സ്നേഹത്തോടെ റസ ചേർത്തു പിടിച്ചു. അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മറിയം പണ്ടവന് സമ്മാനിച്ച ആ ഹെയർ ക്ലിപ്പ് ആ കുട്ടിക്ക് അവൻ സമ്മാനമായി നൽകി. സന്തോഷത്തോടെ ആ കൊച്ചുകുട്ടി അത് സ്വീകരിച്ചിരുന്നു. പിന്നാലെ അവൻ അവിടെ നിന്ന് ബൈക്കുമായി ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് പ്രായമേറിയൊരു സ്ത്രീ സഹായം ചോദിച്ച് അവന്റെ അടുത്തെത്തിയത്. മറിയത്തിന്റെ ഓർമ്മയായി സൂക്ഷിച്ച ഒരു വസ്തു മാത്രമേ ഇനി അവന്റെ കയ്യിലുള്ളൂ. അവൾ ആദ്യമായി കൊടുത്ത നോട്ട്. റസ ആ നോട്ട് എടുത്തു. അതവർക്ക് കൈമാറി. മറിയത്തെ പറ്റിയുള്ള ഓർമ്മകൾ അവൻ വിട്ടുകളയുകയായിരുന്നു. ബൈക്കുമായി മുമ്പോട്ടേക്ക് പോകുമ്പോ പെട്ടെന്ന് അവന്റെ മുമ്പിലേക്ക് മറിയം വന്നു. ഇരുവരും പരസ്പരം നോക്കി. ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി. നിശബ്ദത അവിടെ തളം കെട്ടി നിന്നു. വാക്കുകളേക്കാൾ ഉപരിയായി മൗനം സംവദിക്കുന്നുണ്ടായിരുന്നു. റസ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ, ഇനി ഞാൻ ആ വില്ലേജിലേക്കില്ലെന്ന്. മറിയം നാണം കലർന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ ആ വില്ലേജിലേക്ക് പോവാൻ വേണ്ടി നിങ്ങളെ വിളിക്കാനല്ല വന്നത്. നിങ്ങളുടെ കൂടെ എങ്ങോട്ടേക്ക് വരാനും എനിക്ക് സമ്മതമാണ്. ബൈക്ക് മറിയവുമായി മുമ്പോട്ടേക്ക് നീങ്ങി. അവർക്കിടയിൽ ടാക്സി ഓടിക്കുന്ന സമയത്ത് തടസ്സമായി വെച്ചിരുന്ന ആ ഫ്രൂട്ട് ബോക്സ് ഇത്തവണ ആവശ്യമില്ലായിരുന്നു. ഇരുവരും ഒന്നിക്കുമെന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ഏറെ രസകരമായ ഈ ഒരു പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.